ഹലോ പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ ഇപ്പോൾ വീഡിയോ ഇടാൻ സമയം കിട്ടാറില്ല, വളരെ വിരളമാണ് ഈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുമായി പ്രതിപാദിക്കുന്നൊരു വിഷയം, നമ്മുടെ ജോലി തിരക്കിനിടയിലൊക്കെ നമ്മൾ പ്രവാസികൾക്ക് ഗൾഫിലൊക്കെ അവിടെ കണ്ടെത്തും, ഏത് ജോലിയാണെങ്കിലും എന്ത് വരെ റോഡിലോ പാലത്തിലോ ഈ ജോലിക്കിടയിലെ നിസ്കാരം, അതിനെക്കുറിച്ച് ചെറിയ വിവരണം നൽകും. ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അബൂബക്കറും ഒരു അയ്യപ്പനുള്ള മാറ്റം നിസ്കാരമാണ്. ഇപ്പോൾ നോമ്പ് കയ്യൂലെ അതിന് ഫിദിയായിട്ട് മുത്ത് കൊടുത്ത് പരിഹരിക്കാം. സക്കാത്ത് ഒന്നുണ്ടോ കൊടുത്താൽ മതി, ഇല്ല. ഹജ്ജ് കായുണ്ടെങ്കിൽ പോയാൽ മതി, ആരോഗ്യമുണ്ടെങ്കിൽ പോയാൽ മതി, ഇല്ല. പക്ഷെ നിസ്കാരം അതുപോലല്ല. നിസ്കാരം നിന്നോ വയ്യ ഇരുന്നോ, ഇല്ലെങ്കിൽ കടന്നോ, ഇല്ലെങ്കിൽ ചെരിഞ്ഞ് കടന്നോ, മരുന്ന് കടന്നോ, അത് ഉരുണ്ടോടെ എങ്ങനെയില്ല, ഒന്നുമില്ലെങ്കിൽ കണ്ണിൻ്റെ ഇമപ്പോളകളെ കൊണ്ടെങ്കിലും നിസ്കാരം വെക്കും, ശുചി താങ്ങിക്കൊണ്ട് നിസ്കരിക്കണം, മനസ്സുകൊണ്ടെങ്കിലും. അതുകൊണ്ട് സ്വലാത്ത് ഇമാദുദ്ദീൻ എന്ന് പറഞ്ഞത്, നിസ്കാരം ദീനിൻ്റെ നെടുന്തൂനാണ്. അപ്പോൾ അതാണ് അയ്യപ്പനും അബൂബക്കറിലും മാറ്റിയ നിസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിദേശികളൊക്കെ കണ്ടെക്കും ജോലിക്കിടയിലൊക്കെ, പ്രവാസ ജീവിതത്തിലും, ഇപ്പോൾ കടലിലാണെങ്കിൽ കപ്പലിലും ബോട്ടിലൊക്കെ മുക്കുവന്മാരൊക്കെ ചെയ്ത് നോക്കാം നിസ്കാരം. അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയ കാര്യങ്ങൾ ഞാനൊരു മദബിൻ്റെ മസ്അലയുടെ ഒരു കിതാബ് നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു മസ്അല നിങ്ങളുമായി പങ്കുവെക്കാം. ഇവിടെ കാണുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. നമ്മൾ ചളി, മണ്ണ്, അതുപോലെ മറ്റുള്ള സാധനം, പൊടിപ്പള്ള ഇതൊക്കെ ഉണ്ടെങ്കിലും അവരാ ജോലി സ്ഥലത്ത് നിസ്കരിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ നിസ്കാരത്തിന് ഒഴിവില്ല. അപ്പോൾ നമ്മളെ മാലിക്കി മദ്ഹബിൻ്റെ ഒരു ഇതിൽ ഞാൻ കണ്ടത്, ഒരു ഫിക്കീൻ്റെ കിതാബിൽ ഞാൻ കണ്ടത്, എൻ്റെ വ്യാകരണം നോക്കിയപ്പോൾ മാലിക്കി മദ്ഹബിൽ മഅ്കൂലാത്ത്, അതായത് നമ്മൾ ഭക്ഷിക്കുന്ന മൃഗത്തിൻ്റെ ചാണകത്തിൻ്റെ കുഴിയിൽ നിന്നും അല്ലെങ്കിൽ ചാണകത്തിൻ്റെ അടിയിൽ നിന്നും നിസ്കരിക്കാം. അതായത് പൂച്ച, നായ മഅ്കൂലാത്തല്ല, തിന്നപ്പെടുന്ന മൃഗങ്ങളുടെ കാഷ്ടം മേലുണ്ടെങ്കിലും മാലിക്കി മദ്ഹബിൽ നിസ്കരിക്കാം. പുതിയ മസ്അലയാണ്. അപ്പോൾ അതായത് നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ല. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചളിയായി, അതായത് അവിടെ പൈപ്പും കഴുകിയിട്ടോണം വേണ്ട, അത് എവിടെയാണെങ്കിലും, ട്രെയിൻ യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു നിയന്ത്രണം, ഒരു കൈമുഖം കൈകൾ ആ ഒരു കടമ്പ മാത്രം, അല്ലെങ്കിൽ തേമോ ആ കടമ്പ മാത്രം ചെയ്ത് സ്വകാര്യമായിട്ട് അല്ലാഹുവിനുള്ള ഒരു മുനാജാത്ത്, ഒരു അഭിമുഖമാണ് നിസ്കാരം. ഞാൻ പറഞ്ഞ് ഈ വിഷയം സൂചിപ്പിച്ചത്, മറ്റേത് ആരാധനക്കും വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിലും അവസാനത്തെ ചങ്കിലെ തുടിപ്പ് പോകുന്നതുവരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്തൊരു ഇബാദത്താണ് അടിമയും ഉടമയും തമ്മിലുള്ള നിസ്കാരം. വളരെ സീരിയസ് ആയിട്ട്, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ തലമുറ വളരെ അനാസ്ഥയോടെയാണ് നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ ഈ പറഞ്ഞത്, ചാണകക്കുയിലാണെങ്കിലും മാലിക്കി മദ്ഹബിൽ നിസ്കരിക്കാം, ചാണക്യന്മാരല്ല. അപ്പോൾ അതാണ് അബൂബക്കർ അയ്യപ്പനുള്ള മാറ്റം ഞാൻ പറഞ്ഞ നിസ്കാരം. നമ്മൾ മേലെ അതുണ്ട്, തുണി ചളിയുണ്ട്, അല്ലെങ്കിൽ അതയക്കണ് ഇതയക്കണ്, തിന്നപ്പെടുന്ന ജീവികളതല്ലാത്ത തിന്നാത്ത ജീവികളുടെ നജസ്, കാഷ്ടം, മൂത്രം, അതുപോലെ ഓവറായിട്ട് രക്തങ്ങൾ, യുൾഫാൻ കലീൽ ദമ്മി എന്നറിയാം, അത് ചെറുത് നേരിച്ചുണ്ടെങ്കിലും യുൾഫ വിട്ടുവീഴ്ച ചെയ്യും. അപ്പം ഞാൻ ഇതിൽ മേറ്ററായിട്ട് പറഞ്ഞത്, മാലിക്കി മദ്ഹബിലൊക്കെ ഉണ്ടെങ്കിൽ നജസ് തിന്നപ്പെടുന്ന ആളൊരു ചാണകം മേലെ ആയിക്കണമെങ്കിലും അതാനുള്ള അഭിമുഖത്തിന് നിസ്കരിക്കാം. ഓക്കെ, ചിന്തിക്കാൻ വേണ്ടി ചിന്താ ചാനലിലൂടെ എല്ലാവർക്കും അനീഫ കട്ടുപ്പാറ, ഗുഡ് ബൈ.